നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനു, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, നിർമ്മല ഹോസ്പിറ്റൽ. പീരിയഡ്സ് മിസ്സായി പ്രഗ്നൻസി പോസിറ്റീവായി എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? തുടക്കത്തിലേ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾ കാണിക്കേണ്ട കാര്യമുണ്ടോ? സ്ഥിരമായി നമുക്ക് പേഷ്യൻസ് ഒ പിയിൽ പ്രഗ്നൻസി പോസിറ്റീവായി വരുമ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ നിങ്ങൾ ഇത്ര ലേറ്റ് ആവുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ഡോക്ടറെ സ്കാൻ വരുന്നുള്ളൂ, അപ്പോൾ വന്നാൽ പോരെ എന്നുള്ളതാണ്. ഇത് തികച്ചും തെറ്റായൊരു ധാരണയാണ്. അതായത് എന്തിനാണ് നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ആദ്യത്തെ ഡോക്ടർ വിസിറ്റ് ചെയ്യേണ്ടത്? പ്രഗ്നൻസി പോസിറ്റീവായി, അതായത് പീരിയഡ്സ് മിസ്സായി നിങ്ങൾ പ്രഗ്നൻസി സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവായി ഉടനെ തന്നെ ഡോക്ടറെ വിസിറ്റ് ചെയ്ത് പ്രഗ്നൻസി കൺഫേം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയാണിത്? ഒന്നാമത്തേത് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ, രണ്ടാമത്തേത് പ്രഗ്നൻസി ഉള്ളിൽ തന്നെയാണ്, അതായത് യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പുറമേ ഒന്നും ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി പോലെയുള്ള പ്രശ്നമുള്ള പ്രഗ്നൻസീസ് അല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആയാൽ എന്താണ് പ്രശ്നം? എന്താണ് ട്യൂബൽ പ്രഗ്നൻസി? നോർമലി ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഗർഭം ധരിക്കുന്നതിന് പകരമായി പുറത്ത്, യൂട്രസിൻ്റെ പുറത്ത് ട്യൂബിലോ മറ്റെവിടെയെങ്കിലോ ഗർഭം ധരിക്കുന്നതിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈ പ്രഗ്നൻസി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കുട്ടിക്ക് നോർമലായി വളർന്ന് ജന്മം നൽകാനായിട്ട് സാധിക്കുകയില്ല. അത് മാത്രമല്ല, ഇതിന് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്, ഏറ്റവും ഡ്രെഡഡ് ആയിട്ട് ട്യൂബിനകത്ത് ഭ്രൂണം വളർന്നു വരുമ്പോൾ ട്യൂബ് സ്ട്രെച്ചായി അത് പൊട്ടാനും ആന്തരികമായിട്ട് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകാനും ഇത് രോഗിയുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിലേക്കുള്ള കോംപ്ലിക്കേഷൻസ് ഇത്രയും പെട്ടെന്ന് എത്താനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ഒന്നാണ് ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പല രീതിയിലും നമുക്ക് പ്രഗ്നൻസി ഹോർമോൺ ആയിട്ടുള്ള ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് താനേ തന്നെ വാല്യൂ കുറഞ്ഞു വരുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി, അതായത് ട്യൂബൽ അബോർഷനായി താനേ ഗർഭം അലസി പോയേക്കാം. അല്ലാത്തവർക്ക് നമുക്ക് മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മെഡിക്കലി നമുക്ക് ഇഞ്ചെക്ഷൻസ് ആയിട്ടും ഓറലായിട്ടും ടാബ്ലറ്റ്സോ ഒക്കെ അവൈലബിൾ ആണ്. അത് തന്നിട്ട് നമ്മൾ ഗർഭം അലിയിച്ച് കളയാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇത് പോസിബിൾ അല്ല, അതായത് ഭ്രൂണം കുറച്ച് വലുപ്പമുള്ളതാണ്, ഹൃദയമിടിപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി വളരെ ഈസി ആയിട്ട് ട്യൂബിന് യാതൊരു ഡാമേജും ഇല്ലാത്ത രീതിയിൽ ട്യൂബിനെ എടുത്ത് കളയാതെ തന്നെ ഭ്രൂണം മാത്രമായി എടുത്ത് ഒഴിവാക്കി നമുക്ക് ആ ട്യൂബിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് പോസിബിൾ ആവുന്നത്? നേരത്തെ തന്നെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലിക്കേഷൻസ് വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ട്യൂബിനെ സേവ് ചെയ്ത് രോഗിയുടെ ജീവനെ തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവായ ഉടനെ തന്നെ ഡോക്ടറെ കാണണമെന്ന് പറയുന്നത്. സോ ഇനി ആരും വെയിറ്റ് ചെയ്യരുത്. പീരിയഡ്സ് മിസ്സായി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എത്രയും നേരത്തെ തന്നെ ഡോക്ടറെ വിസിറ്റ് ചെയ്ത് പ്രഗ്നൻസി കൺഫേം ചെയ്യാം. താങ്ക് യു.